പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന കാര്യം, നമ്മുടെ ആത്യന്തികമായ വിജയത്തിനുള്ള ദീൻ മനസ്സിലാക്കാൻ പ്രവാചക ജീവിതം പഠിക്കാൻ നമുക്ക് കഴിയില്ല എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിക്കാതെ നമ്മുടെ ദീൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുകയാണ്. സൂറത്തുൽ ഇഖ്ലാസ് നമുക്ക് പഠിക്കണം. തഫ്സീറുകൾ നമ്മൾ നോക്കുന്നു, മലയാളത്തിലുള്ളതോ അറബിയിലുള്ളതോ ആയ തഫ്സീറുകൾ, വിശുദ്ധ ഖുർആനിലെ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ നമ്മൾ പരിശോധിക്കുന്നു. ആദ്യം ആ സൂറത്തിൻ്റെ പേരും മറ്റു കാര്യങ്ങളും വിശദീകരിച്ചതിന് ശേഷം പിന്നെ കാണുക ആ സൂറത്തിൻ്റെ അവതരണ പശ്ചാത്തലമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയിലൂടെ അല്ലാതെ, പ്രവാചകന്റെ ജീവിതത്തിലൂടെ അല്ലാതെ വിശുദ്ധ ഖുർആനിൻ്റെ ഒരു ആയത്ത് പോലും മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ ദീനിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം അത് തന്നെയാണല്ലോ. അതുപോലെ തന്നെ ഹദീസുകളും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത സന്ദർഭങ്ങളിൽ ഏത് സന്ദർഭത്തിലാണ് ആ ഹദീസ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് കൃത്യമായി ആ പ്രമാണം എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. സബബു നുസൂൽ, വിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തുകൾക്കും അവയ്ക്ക് പിന്നിലുള്ള അവതരണ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുന്നത് പ്രവാചകന്റെ ജീവിതത്തിലൂടെയാണ്. വിശുദ്ധ ഖുർആനിൽ വന്ന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ വന്ന ഓരോ കൽപ്പനകൾ, ഓരോ നിരോധനങ്ങൾ, അവയ്ക്ക് പിന്നിലുള്ള കാരണങ്ങൾ എന്തായിരുന്നു, അവയ്ക്ക് പ്രേരകമായി വർത്തിച്ച സംഭവങ്ങൾ എന്തായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയിലൂടെയാണ്, പ്രവാചകന്റെ ജീവിതത്തിലൂടെയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമുക്ക് നൽകേണ്ട പാഠങ്ങൾ പ്രവാചക ജീവിതം മനസ്സിലാക്കുന്നതിന് മുൻപ് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളിൽപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പൂർണ്ണമായി പഠിക്കാൻ, അത് മനസ്സിലാക്കാൻ, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറ്റാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശേഷിച്ചും ഇന്നത്തെ കാലത്ത് പ്രധാനമായും രണ്ട് വിഭാഗം ആളുകൾ നാം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പ്രവാചകനുമായി ബന്ധപ്പെട്ട് രണ്ട് ചേരിയിലായ ആളുകൾ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യുദ്ധക്കൊതിയൻ എന്ന് വിശേഷിപ്പിക്കുന്ന ആളുകൾ, സ്ത്രീലമ്പടൻ എന്ന് അവഹേളിക്കുന്ന ആളുകൾ. പ്രവാചക ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളും, ഒരുപക്ഷെ അത് സ്വഹീഹാകട്ടെ ദഈഫാകട്ടെ, ആ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി പ്രവാചകനെ സമൂഹ മധ്യത്തിൽ എത്രത്തോളം വഷളനാക്കാൻ സാധിക്കുമോ അത്രത്തോളം ഭർഷിക്കുകയും അവഹേളിക്കുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. പ്രവാചക ജീവിതത്തിൻ്റെ ഒരു താളെങ്കിലും അവർ മറിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു എങ്കിൽ ഒരിക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവർക്കത് പറയാൻ കഴിയുമായിരുന്നില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, പ്രവാചക ജീവിതം മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് മക്കയിലുള്ള ജീവിതമാകട്ടെ മദീനയിലുള്ള ജീവിതമാകട്ടെ പ്രവാചകന്റെ പ്രവാചകത്വത്തിൽ സംശയിക്കപ്പെട്ട ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇയാളൊരു പ്രവാചകനാണോ എന്ന് ആളുകൾ ചോദിക്കുന്ന സന്ദർഭം, ആ മനുഷ്യൻ എന്തുകൊണ്ടാണ് പ്രവാചകത്വം വാദിക്കുന്നത് എന്ന് ആളുകൾ ചോദിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രവാചക ജീവിതത്തിൽ ഹിറാക്ലിസ് എന്നറിയപ്പെടുന്ന ഹിറക്കിൽ രാജാവ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ന് ബദ്ധവരിയ ആയിരുന്ന അബൂ സുഫിയാനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ പ്രവാചക സീറയിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയായിരുന്നു മുഹമ്മദ്, ആരാണ് മുഹമ്മദ്, എന്താണ് അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം, കള്ളം പറയുന്നയാളാണോ അദ്ദേഹം, നിങ്ങൾക്ക് മുമ്പ് പ്രവാചകത്വം വാദിക്കുന്നതിന് മുമ്പ് അയാൾ വഞ്ചന നടത്തിയിട്ടുണ്ടോ, അങ്ങനെ പ്രവാചകന്റെ പ്രവാചകത്വത്തിൽ തന്നെ സംശയങ്ങൾ രേഖപ്പെടുത്തുന്ന, അതിന് കൃത്യമായി മറുപടി കൊടുക്കുന്ന രംഗങ്ങൾ പ്രവാചക സീറയിൽ നമുക്ക് കാണാൻ കഴിയും. ചുരുക്കത്തിൽ പ്രവാചക സീറ മനസ്സിലാക്കുന്നതിലൂടെ അത്തരത്തിലുള്ള ആളുകൾക്കുള്ള മറുപടിയാണ് നമ്മൾ ജീവിതത്തിൽ നേടിയെടുക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വേറൊരു വിഭാഗം ആളുകൾ പ്രവാചക മഹത്വങ്ങൾ പാടിപ്പുകഴ്ത്തി ഒരുപക്ഷെ അള്ളാഹുവിൻ്റെ സ്ഥാനത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനത്തെ കൊണ്ടുചെന്ന് എത്തിക്കുന്ന ആളുകൾ. മരണം ആസന്നമായ സന്ദർഭത്തിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിനെ താക്കീത് നൽകിയ കാര്യങ്ങളിൽപ്പെട്ട ഒന്നായിരുന്നു അത്. ലാ തുറൂനി, നിങ്ങൾ അതിര് കവിഞ്ഞ് എന്നെ പുകഴ്ത്തരുത്. കമാ അത്രത്തിൻ നസാറ ഇബ്ന മറിയം, മറിയമിൻ്റെ പുത്രനെ നസാറാക്കൾ അതിര് കവിഞ്ഞ് പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്. ഇന്നമാ അന അബ്ദുൻ, പ്രവാചകൻ പ്രയോഗിച്ച പ്രയോഗമൊന്നും നമ്മൾ പരിശോധിക്കൂ. ഇന്നമാ അന അബ്ദുൻ,
ഞാനൊരു അടിമ മാത്രമാണ്, ഞാനൊരു അടിമയാണ് എന്നല്ല ആ പ്രയോഗത്തിൻ്റെ അർത്ഥം. ഇന്നമാ അന അബ്ദുൻ, ഞാനൊരു അടിമ മാത്രമാണ്. ഫഖൂലു അബ്ദുല്ലാഹി വറസൂലുഹു. അതുകൊണ്ട് നിങ്ങൾ എന്നെ വിശേഷിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ നിങ്ങൾ പറയേണ്ടത് എന്താണ്? അബ്ദുല്ലാഹ്, അള്ളാഹുവിൻ്റെ അടിമയാണ്, അള്ളാഹുവിൻ്റെ അടിമയാണ്, വറസൂലു, അള്ളാഹുവിൻ്റെ ദൂതനുമാണ് എന്ന് നിങ്ങൾ പറയുക. അതിനപ്പുറത്തേക്ക് നാം തുടക്കത്തിൽ വിശദീകരിച്ചതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വങ്ങൾ നമ്മൾ എണ്ണിപ്പറയുമ്പോൾ ആദ്യത്തെ മഹത്വം അത് റിസാലത്ത് തന്നെയാണ്. റിസാലത്ത്, പ്രവാചകൻ റസൂലാണ്, അള്ളാഹുവിൻ്റെ റസൂൽ റസൂലാണ് എന്നതിനേക്കാൾ വലിയൊരു ശ്രേഷ്ഠത വേറൊരു ശ്രേഷ്ഠത ഇല്ല എന്നതാണ് നമ്മൾ പഠിക്കേണ്ട പാഠം. അതിനപ്പുറത്തേക്ക്, റസൂലിനപ്പുറത്തേക്ക്, റസൂലിൻ്റെ പദവിക്കപ്പുറത്തേക്ക്, റിസാലത്തിൻ്റെ നുബൂവത്തിൻ്റെ ശ്രേഷ്ഠതകൾക്കപ്പുറത്തേക്ക് ആരെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുന്നുണ്ട് എങ്കിൽ അത് പ്രവാചക അധ്യാപനങ്ങൾക്ക് തീർത്തും വിരുദ്ധമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വഹാബികൾ ഒപ്പിയെടുത്തതുപോലെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി തട്ടിച്ചു നോക്കി നമ്മുടെ ജീവിതത്തെയും മുന്നോട്ട് നയിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.